ഭൂമിയിലെ എനർജിയുടെ ഒരേ ഒരു സോഴ്സ് സൂര്യനാണെന്നാണ് നമ്മൾ കരുതുന്നത്. ശരിയല്ലേ? എന്നാൽ അത് മുഴുവൻ ശരിയല്ല. നമ്മൾ സൂര്യന്റെ അല്ലാത്ത പല എനർജി സോഴ്സുകളും ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി, അല്ലെങ്കിൽ ഈ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഫോസിൽ ഫ്യൂൽസ്. ഇതൊക്കെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയി സൂര്യന്റെ സംഭാവനയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഈ 3 എനർജി സോഴ്സുകളുടെയും പ്രധാന ഉറവിടം സൂര്യനല്ല. ഒന്നാമതായി ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യുറേനിയം പോലെയുള്ള പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന്റെ സോഴ്സ് നമ്മുടെ സൂര്യനല്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പൊട്ടിത്തെറിച്ച വലിയ സൂപ്പർനോവ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഈ യുറേനിയം ആറ്റങ്ങൾ ഉണ്ടായത്. അതായത് നശിച്ചുപോയ നക്ഷത്രങ്ങളാണ് ഈ എനർജി നമുക്ക് നൽകുന്നത്. രണ്ടാമതായി ജിയോതെർമൽ എനർജി. ഇത് വരുന്നത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ്. ഭൂമി ഉണ്ടായപ്പോൾ ബാക്കി വന്ന റെസിഡ്യുവൽ ഹീറ്റും പിന്നെ ഉള്ളിലെ റേഡിയോ ആക്റ്റീവ് ഡീക്കേയും കാരണമുള്ള ഇന്റൻസ് ഹീറ്റ് ആണ് ഇതിന്റെ സോഴ്സ്. മൂന്നാമതായി ടൈഡൽ എനർജി. നമ്മുടെ സമുദ്രങ്ങളിലെ ടൈഡ്സ് നിയന്ത്രിക്കുന്നത് പ്രധാനമായും ചന്ദ്രന്റെ ഗ്രാവിറ്റിയാണ്. സൂര്യനും ഇതിൽ പങ്കുണ്ടെങ്കിലും ഏകദേശം 70% ഇൻഫ്ലുവൻസും ചന്ദ്രന്റേതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം, ഹൈഡ്രോ എനർജി, അതായത് നമ്മുടെ ഡാമുകളിൽ നിന്നെടുക്കുന്ന എനർജി, അത് സൂര്യന്റെ എനർജിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.